ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെ അന്തസ്സിനും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 28 അംഗങ്ങളുമായി മധ്യപ്രദേശ് മന്ത്രിസഭ വികസിപ്പിച്ചു. ഭോപ്പാലിൽ ഇന്ന് നടന്ന ചടങ്ങിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ നാളെ പുനരാരംഭിക്കും. ക്രിസ്മസ് ആഘോഷത്തിൽ അമർന്ന് ലോകം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ദരിദ്രരും യുവാക്കളും സ്ത്രീകളും കർഷകരുമാണ് രാജ്യത്തെ ഏറ്റവും വലിയ 4 ജാതികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവർക്കുള്ള സേവനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെ അന്തസ്സിനുമാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡോറിലെ ഹുക്കുംചന്ദ് മില്ലിലെ തൊഴിലാളികൾക്കുള്ള 30 വർഷത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച മസ്ദൂറോൻ കാ ഹിത് മസ്ദൂറോൻ കാ സമർപ്പിത് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് വേണ്ടി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 217,46 ലക്ഷം രൂപയുടെ ചെക്ക് തൊഴിലാളികൾക്ക് കൈമാറി. 5000-ലധികം തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ സംരംഭത്തിന്റെ പ്രയോജനം ലഭിക്കും. 308 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 220 ഏക്കർ സൗരോർജ്ജ നിലയവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ 162ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ ആദ്യ ശ്രേണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രകാശനം ചെയ്തു. ഗവേഷകർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ മാളവ്യയുടെ കൃതികൾ വാതിൽ തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾക്കും വരും തലമുറയ്ക്കും ഇവ വലിയ തോതിൽ പ്രയോജനം ചെയ്യും. ഭാരതത്തിലെ പുതുതലമുറകൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ആധുനിക ചിന്തയുടെയും സനാതന സംസ്കാരത്തിന്റെയും സംഗമമാണ് അദ്ദേഹത്തിന്റെ കൃതികളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചും ദീർഘവീക്ഷണമുണ്ടായിരുന്ന മഹാനാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. രാജ്യത്തിനാണ് അദ്ദേഹം എപ്പോഴും മുൻഗണന നൽകിയിരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ലോകമെമ്പാടും വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കേരളത്തിലും വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ക്രിസ്തുദേവന്റെ ജീവിതവും സന്ദേശവും മൂല്യങ്ങളും ഓർക്കാനുള്ള ദിനമാണ് ക്രിസ്മസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രിസ്മസ് ദിനമായ ഇന്ന് ന്യൂഡൽഹിയിലെ വസതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. രാജ്യത്തെ വികസനയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാണ് ഇന്ത്യയിലെ യുവാക്കളെന്നും 2047ഓടെ വികസിത ഇന്ത്യ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായത്തിലെ നിരവധി നേതാക്കളും ചിന്തകരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. सबसे पहले मैं आप सभी को और दुनिया भर के लोगों और विशेषकर क्रिश्चियन कम्युनिटी आज की इस महत्वपूर्ण पर्व पर अनेक शुभकामनाएं दूंगा. मैरी क्रिसमस. ये मेरे लिए बहुत सुखद है कि स्पेशल और सेक्रेड अवसर आप सब मेरे निवास स्थान पर आए, तो मेरे लिए बहुत खुशी का അവസർ ഹൈ. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ മാർപ്പാപ്പയെ കാണാനുള്ള അവസരം ലഭിച്ചുവെന്നും അത് തന്റെ ഉള്ളിൽ മതിപ്പ് ഉളവാക്കിയെന്നും ശ്രീ മോദി ഓർമ്മിച്ചു. कुछ ही वर्ष पहले मुझे द होली पोप से मिलने का भी सौभाग्य मिला था. हमने इस धरती को बेहतर जगह बनाने के लिए सोशल हार्मनी, ग्लोबल ब्रदरहुड, क्लाइमेट चेंज और इंक्लूसिव डेवलपमेंट ऐसे कई विषयों पर और लंबे समय तक बैठ करके बातें की थी. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മധ്യപ്രദേശിൽ മന്ത്രിസഭാ വികസനം നടന്നു. ഡോക്ടർ മോഹൻ യാദവ് നയിക്കുന്ന സർക്കാരിൽ BJP നേതാക്കളായ കൈലാഷ് വിജയ്വർഗിയയും പ്രഹ്ലാദ് സിംഗ് പട്ടേലും മന്ത്രിസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. സ്വതന്ത്ര ചുമതലയുള്ള 6 സഹമന്ത്രിമാരും 4 സഹമന്ത്രിമാരും ഉൾപ്പെടെ 28 പേരാണ് അധികാരമേറ്റത്. ഭോപ്പാലിൽ നടന്ന ചടങ്ങിൽ ഗവർണർ മംഗുഭായ് പട്ടേൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ രജൌരി പൂഞ്ച് സെക്ടറിൽ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരക്ഷാ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ചും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഇന്ന് രാജ്യം സദ്ഭരണ ദിനമായി ആചരിച്ചു.
ഭരണത്തിലും സർക്കാരിലുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഡിസംബർ 25-ന് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർ ബാൽ ദിന പരിപാടിയിൽ പങ്കെടുക്കും. യുവാക്കളുടെ മാർച്ച് പാസ്റ്റ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ ബാബ സൊരോവർ സിംഗ് ജിയുടെയും ബാബ ഫത്തേഹ് സിംഗ് ജിയുടെയും രക്തസാക്ഷിത്വത്തെ അടയാളപ്പെടുത്തുന്നതാണ് വീർ ബാൽ ദിൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം ആരംഭിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിനിടെ റഷ്യൻ ഉപപ്രധാനമന്ത്രിയും വ്യവസായ വ്യാപാര മന്ത്രിയുമായ ഡെന്നിസ് മൻട്രോവുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെയും അദ്ദേഹം കാണും. ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കലും സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ നാളെ പര്യടനം പുനരാരംഭിക്കും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യാത്ര പുനരാരംഭിക്കുന്നത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ, വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻനിര പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. ആയുഷ്മാൻ ഭാരത് യോജന, PM ഉജ്ജ്വല യോജന, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ആധാർ സേവന കേന്ദ്രം തുടങ്ങിയവയെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന നിരവധി ക്യാമ്പുകൾ വടക്കുകിഴക്കൻ ഡൽഹിയിലെ സീലംപൂർ പ്രദേശത്ത് സംഘടിപ്പിച്ചു. ശ്രീനാരായണ പ്രബോധനങ്ങൾക്ക് കേരളത്തിൽ വലിയ പ്രസക്തി കൈവന്നിരിക്കുന്ന കാലമാണ് ഇതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം ചിറയൻകീഴിൽ SNDP യൂണിയൻ സംഘടിപ്പിച്ച ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശിവഗിരി തീർത്ഥാടനം ആധ്യാത്മികതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചിറയൻകീഴ് ശാർക്കര ശ്രീനാരായണ ഗുരുക്ഷേത്ര മണ്ഡപത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ. ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഇടത്താവളങ്ങളിലും മറ്റും തീർത്ഥാടകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് അവധി ദിവസമായ ഇന്നും പ്രത്യേക സിറ്റിംഗ് നടത്തി ഹൈക്കോടതി. പോലീസിന്റെ നിയന്ത്രണത്തിൽ മണിക്കൂറുകളായി കഴിയുന്ന ഭക്തർക്ക് ഭക്ഷണവും കുടിവെള്ളവും ലഭ്യമാക്കണമെന്നും വേണ്ടിവന്നാൽ പോലീസ് മേധാവി നേരിട്ടെത്തി തിരക്ക് നിയന്ത്രിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പുതിയ അമൃത് ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പുതിയ പുഷ്പുൾ റേക്ക് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞതാണ് ഇക്കാര്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേഗത വർദ്ധിപ്പിക്കാനും നിർത്താനും സാധിക്കുമെന്നതാണ് പുഷ്പുൾ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമിട്ടും ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങൾക്കുമുള്ള പോർട്ടൽ മെഡ്ടെക് മിത്ര കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പുറത്തിറക്കി. ഇന്ത്യയുടെ ആരോഗ്യ ഉപകരണ വ്യവസായ രംഗത്ത് ഇത് മാറ്റമുണ്ടാക്കുമെന്നും ഗുണനിലവാരമുള്ള ആരോഗ്യ ഉപകരണങ്ങളുടെ തദ്ദേശീയ വികസനം സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ ഉപകരണ മേഖല ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ് മഹാ അഭിയാനുമായി ബന്ധപ്പെട്ട് ആദിവാസികാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവരസാങ്കേതികത, വിദ്യാഭ്യാസം, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ പ്രചാരണം ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള 200 ജില്ലകളിലെ 22,000-ഓളം ആദിവാസി ആവാസ കേന്ദ്രങ്ങളിൽ പ്രചാരണം സംഘടിപ്പിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെ അന്തസ്സിനും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 28 അംഗങ്ങളുമായി മധ്യപ്രദേശ് മന്ത്രിസഭ വികസിപ്പിച്ചു. ഭോപ്പാലിൽ ഇന്ന് നടന്ന ചടങ്ങിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ നാളെ പുനരാരംഭിക്കും. ക്രിസ്മസ് ആഘോഷത്തിൽ അമർന്ന് ലോകം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.